ഹായ് ഗെയ്സ്, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഒരുപാട് പേരുടെ സംശയമാണ്, ആനയെ വാങ്ങിക്കാം, തോട്ടി എവിടെ കിട്ടും എന്ന് പറഞ്ഞതുപോലെ ലോറി വാങ്ങാം, ലോഡ് എവിടെ കിട്ടും. ആദ്യം തന്നെ വണ്ടി എടുക്കുന്നവർ ചിന്തിക്കുക, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഞാൻ വണ്ടി എടുക്കുന്നത് എന്ന്. ലോങ് ഓടാനാണോ, ലോക്കൽ ഓടാനാണോ? ലോക്കൽ ആണെന്നുണ്ടെങ്കിൽ തന്നെ കേരളം മാത്രമേ ഉള്ളൂ, അതല്ല കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക. ലോങ് ഓടാനാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഒരു ഏരിയയിലേക്ക് മാത്രമേ ഓടുന്നുള്ളൂ, അതല്ല ഇന്ത്യ ഒട്ടുക്ക് ഓടാനാണോ? വണ്ടി എടുത്തതിന് ശേഷം ഏത് ജില്ലക്കാരാണെന്നുണ്ടെങ്കിലും തങ്ങളുടെ ഏറ്റവും അടുത്ത ട്രാൻസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. കോട്ടയം ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോടിമതയ്ക്കടുത്ത് ട്രാൻസ്പോർട്ട് ഓഫീസുകൾ ഒരുപാടുണ്ട്. മിക്കപ്പോഴും നമ്മുടെ ലോറി സഹോദരങ്ങളുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ട്രാൻസ്പോർട്ട് ഓഫീസർമാരുടെ നമ്പർ അവർ തന്ന് സഹായിക്കും. ഇനി ലോക്കൽ ഓടുന്നതിന്റെയും ലോങ് ഓടുന്നതിന്റെയും ചില ഗുണങ്ങളും ദോഷങ്ങളും. ലോക്കൽ ഓടുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എല്ലാ ദിവസവും നമുക്ക് ഓട്ടം വെക്കാം. അതിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ എമൗണ്ട് കാണും. ഇതിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ നമ്മളെന്നും പടുത ഇടണം, കയറ് കെട്ടണം, പടുത അഴിക്കണം, കയറ് ചുറ്റണം. ലോങ് ആവുമ്പോൾ 3-4 ദിവസത്തേക്ക് നമ്മൾ ഫ്രീ ആണ്. പിന്നെ രണ്ടാമത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ലോങ് ഓടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, രാജ്യം മൊത്തം ഓടാനായിട്ട് നിൽക്കരുത്. നമുക്ക് മെയിനായിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഒരു ലോഡ് ഉണ്ടാവണം, അവിടുന്ന് ഇങ്ങോട്ടും ഒരു ലോഡ് ഉണ്ടാവണം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴക്കുളത്തുനിന്ന് ഒന്ന് ഡൽഹി, ഇൻഡോർ, അല്ലെങ്കിൽ ഗുജറാത്ത് സൈഡ്, അല്ലെങ്കിൽ ബോംബെ, പൂനെ, ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഓടിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലോഡും സെറ്റ് ആവും. ഏറെക്കുറെ നമ്മളൊരു മാസം ഓടി കഴിയുമ്പോഴത്തേനും ട്രാൻസ്പോർട്ടർമാരെ പരിചയമാവും. നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി ലോഡ് എടുക്കുകയും അത് എത്തിക്കുന്നിടത്ത് എത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്റെ സുഹൃത്തുക്കൾ, വണ്ടി എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ട്രാൻസ്പോർട്ട് ഓഫീസ് ഏതാണോ അത് അന്വേഷിച്ചെന്ന് അവിടെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ റൂട്ടിലുണ്ടാവും, അവരോട് ട്രാൻസ്പോർട്ട് ഓഫീസ് നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ വാഴക്കുളം പോവുക. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് ഒരുപാട് ട്രാൻസ്പോർട്ട് ഓഫീസ് ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടുമുള്ള ലോഡ് കിട്ടുന്നതായിരിക്കും. ഓക്കേ.